ഇന്ത്യൻ റുപ്പി അല്ലാതെ ഡോളറായിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ആപ്പുണ്ട്. ആ ആപ്പിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് വീഡിയോ ഷെയർ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഗെയിം കളിക്കാം, പിന്നെ വീഡിയോസ് കാണാം, ന്യൂസ് വായിക്കാം, പിന്നെ സർവേസ് അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് മെത്തേഡിലൂടെ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ആപ്പ് ഏതാണെന്നും ആപ്പിലൂടെ എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യണം, എങ്ങനെ വിഡ്രോവൽ ചെയ്യണം എന്ന് തൊട്ട് A to Z കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ഇന്ത്യൻ റുപ്പിക്ക് പകരം ക്യാഷ് ഡോളറായിട്ട് ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല കിടിലനായിട്ടൊരു ആപ്പിനെ പറ്റിയാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായിട്ട് പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഏൺ എന്നടിക്കുക. അപ്പം വരുന്നൊരു ആപ്പുണ്ട്, ഇത് ഏൺ ആപ്പ് ബൈ മോഡ് എന്നുള്ളത്. അത് ജസ്റ്റ് പ്രസ് ചെയ്യുക. അപ്പം കാണുന്ന ഈ ഒരു ടാഗ് ഉണ്ടോ, ഈ സംഭവമാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് വേണേൽ ട്രസ്റ്റ്പാഡിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഡൗൺലോഡ് ചെയ്തിട്ട് വർക്ക് ചെയ്താൽ മാത്രം മതി. ഇവിടെ കൊടുത്തിരിക്കുന്ന 4.3 റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങളപ്പോൾ ആദ്യം ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, ഇമെയിൽ ID യോ ഗൂഗിൾ ID യോ വെച്ച് നിങ്ങൾക്കിത് സൈനപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാമെന്ന്. നിങ്ങൾ ആദ്യമായിട്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഓൾറെഡി എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അത് ഇവിടുത്തെ കാണിക്കാത്തത്. നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ആക്കുന്നവർക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഫില്ല് ചെയ്യുമ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് എല്ലാ പോയിൻറ്റ്സ് ഉണ്ട്, ആ പോയിൻറ്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പം അത് നമുക്ക് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ടാണ്. അതിനായിട്ട് വീഡിയോ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സെർച്ച് ഫോർ വീഡിയോസ് ഉണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും വീഡിയോസ് വരുന്നതാണ്. നമ്മളത് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തിട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാമെങ്കിൽ പുറകോട്ട് പോകുമ്പോൾ ക്യാഷ് കിട്ടും. എക്സിറ്റ് കൊടുക്കുക. പിന്നുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ന്യൂസ് റീഡ് ചെയ്തുകൊണ്ട്. ന്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങളത് വായിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് പ്രസ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഓപ്പൺ ആക്കുക, ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ഇപ്പം കണ്ടോ, യു ഗോ ടു 1.4 റീഡ് ന്യൂസ്. കണ്ടോ, ഇങ്ങനെ റീഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു പോയിൻ്റ് കിട്ടി. അപ്പോൾ ഒരു 10 ന്യൂസ് ഇങ്ങനെ വാങ്ങിക്കാമെങ്കിൽ 10 പോയിൻ്റ് ആവും. കണ്ടോ, അങ്ങനെ ഒരു മെത്തേഡാണ്. പിന്നെ ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ വാൾപേപ്പർ ഉണ്ടല്ലോ, സ്ക്രീൻ ലോക്ക് ചെയ്യുന്ന അവിടെ ഇവരുടെ ഇത് നമുക്ക് വാൾപേപ്പറായിട്ട് ഇട്ടുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഇത് ഈ ബട്ടൺ കണ്ടോ, ഈ ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. ഇവിടെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ എനേബിൾ എന്ന് കാണും. ഇവിടെ ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ട് എനേബിൾ എന്ന് കാണിക്കുന്നു. അപ്പോൾ നമ്മളിത് ഇവിടെ പ്രസ് ചെയ്യുക. പിന്നുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഗെയിം കളിച്ചുകൊണ്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഗെയിം കളിക്കുക. ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്ലേ നൗ കൊടുക്കാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോവും, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് കളിക്കുമ്പോഴത്തേക്കിനും ഓരോ ലെവൽ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഓരോ പോയിൻ്റ് വെച്ച് കിട്ടും. ഇപ്പോൾ ഈ ഗെയിമിൽ പറയുന്നത് ലെവൽ കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു പോയിൻ്റ്, ലെവൽ 2ന് ഒരു പോയിൻ്റ്, ലെവൽ 3ക്ക് ഒരു പോയിൻ്റ്. കണ്ടോ, അങ്ങനെ ഓരോ ലെവൽ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് അപ്പോൾ ഓരോ പോയിൻ്റ് വെച്ച് കിട്ടും. പിന്നുള്ളത് സർവേസ് അറ്റൻഡ് ചെയ്യുക. സർവേസ് കണ്ടോ, ഇവിടെ 17 മിനിറ്റിനുള്ള ഒരു സർവേക്ക് അവർ കൊടുക്കുന്നത് 2208 പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സർവേയുടെ ഓപ്ഷൻ വരും. കണ്ടോ, സർവേ ഓപ്ഷൻ വരും, അറ്റൻഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് സർവേസ് അറ്റൻഡ് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഡീലും ഓഫേഴ്സും ഒക്കെയാണ്. ഓഫർ എന്ന് പറയുന്നത് അറിയാമല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷന് അവർ ഓഫർ ഞെക്കാമെങ്കിൽ കുറേ ആപ്ലിക്കേഷൻ വരും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഗെയിം കളിക്കുക. അതാണ് ഓഫർ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മ്യൂസിക് കേട്ടുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനാണെങ്കിൽ 30 മിനിറ്റ് മ്യൂസിക് കേൾക്കാമെങ്കിൽ 15 പോയിൻ്റ് കിട്ടും. ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർ ഒരു മ്യൂസിക് 8 മിനിറ്റോ
അങ്ങനെ ഉണ്ടാകുന്നു തോന്നുന്നു. 1 മിനിറ്റ് അങ്ങോട്ട് ട്രൈ ചെയ്യുവാണെങ്കിൽ 8 പോയിൻറ്റ്സോ അങ്ങനെ ഏതാണ്ടാണ് കിട്ടുന്നത്. മനസ്സിലാവും. ഇതെല്ലാം തന്നെ നമുക്ക് എളുപ്പത്തിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. പിന്നെ ക്യാഷ് എങ്ങനെ വിഡ്രോവൽ ചെയ്യാമെന്നുള്ളതിന് കാണിച്ചു തരാം. ഇവിടെ വന്നിട്ട് ഈ റെഡീം ബട്ടൺ കണ്ടോ, ഇവിടെ പ്രസ് ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പം റെഡീം ചെയ്യാനായിട്ട് നമുക്ക് പേപ്പാൽ വഴി പറ്റത്തുള്ളൂ. അപ്പം പേപ്പാൽ ആകുമ്പോൾ 2600 എന്ന് പറയുന്നത് 0.10 അപ്പം ഇത് നമുക്ക് എന്താണ് പേപ്പാൽ അക്കൗണ്ട് ഇല്ലാത്തവർ പേപ്പാൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ഗിഫ്റ്റ് കാർഡ് വഴി വേണമെങ്കിൽ നമുക്ക് എന്താണിത് ഗിഫ്റ്റ് കാർഡ് വഴി വേണമെങ്കിൽ നമുക്ക് ക്യാഷ് റിഡീം ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാണ്. നമുക്ക് ഡെയിലിയോ നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും ഇതിൽ. നിങ്ങൾക്കിപ്പോൾ സമയമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു പാട്ട് ഓൺ ചെയ്തിട്ടിട്ട് നിങ്ങൾക്ക് കുക്കിംഗ് ചെയ്യണമെങ്കിൽ കുക്കിങ്ങിന് പോകാം, അതല്ല ബാത്റൂമിൽ പോകണമെങ്കിൽ ബാത്റൂമിൽ പോകാം, ഒക്കെ ചെയ്യാം. ആ പാട്ട് കണ്ടിന്യൂസ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് പോയിൻ്റ് കിട്ടിയാൽ പോരെ. അങ്ങനെ ഓരോ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് റിഡീം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി നമ്മൾ സൈനപ്പ് ചെയ്യുന്നതിന് നമ്മൾ ഡെയിലി വന്ന് ആപ്പ് ഓപ്പൺ ആക്കി കളിക്കുമല്ലോ, അപ്പോൾ നമുക്ക് ബോണസ് പോയിൻ്റ് കിട്ടുന്നതാണ്. അങ്ങനെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ആപ്പാണ്. അതുമാത്രമല്ല, ഒരു പ്രത്യേകത ഞാൻ പറയാൻ മറന്നുപോയി. ഇതിനകത്ത് നമുക്ക് ക്യാഷ് ഉണ്ടല്ലോ, പോയിൻ്റ്, പിന്നെ നമുക്ക് ഫോൺ ഫോൺ ചാർജിലിടത്തില്ല നമ്മൾ. ആ ചാർജിലിടുമ്പോഴത്തേനും ക്യാഷ് കിട്ടും. അത് ഇതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ബോക്സിൽ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ബോക്സിൽ ബാറ്ററിയുടെ ചിഹ്നം കാണും. അവിടെ പ്ലസ് ചെയ്തിട്ട് എനേബിൾ കൊടുക്കുക. അപ്പം ബാറ്ററി ചാർജ് ആവും. എൻ്റെ ഫോണിൽ കാണിക്കാത്തത് ഞാൻ ഓൾറെഡി ചാർജിലിടുമ്പോൾ ഞാൻ ഓൾറെഡി ചാർജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഇതിൽ ഇതിൻ്റെ സിഗ്നലൊന്നും കാണിക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ ആദ്യമായിട്ടുള്ളവർക്കാണെങ്കിൽ അത് ഫുൾ ഡീറ്റെയിൽസ് അതിൽ കാണും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റിയ നല്ല കിടിലനായിട്ടുള്ള ഒരു ആപ്പാണ്.